നമ്മുടെ ഈ ടി.പി. സെൻകുമാർ സാറൊക്കെ നമ്മുടെ മുൻ DGP ആയിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുറിപ്പൊന്ന് വായിച്ചു നോക്കി. 90% ഉണ്ടായിരുന്ന ഹിന്ദു സഹോദരങ്ങൾ ഇപ്പോൾ എത്രത്തോളം കുറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ദുസന്ദേശം. അതിൻ്റെ പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ട്. ശേഷം കേവലം 9% മാത്രം ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ ഇപ്പോൾ 24.5%. ഇത് സമൂഹത്തിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് വഴി ഇവരിങ്ങനെ പ്രത്യുൽപാദനം കൂട്ടി രാജ്യം പിടിക്കാൻ പോകുന്നു എന്ന് ഒരു സമൂഹത്തെ ആശങ്കപ്പെടുത്തലാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ ധാരാളം കുട്ടികളുള്ളത്? ഈ സ്ക്രീനിലേക്കൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ആഹാ, എന്ത് മനോഹരമാണ് നോക്കിയേ. 10 മക്കൾ, ക്രൈസ്തവ സഹോദരനാണ്. 10 മക്കൾ. അദ്ദേഹത്തിനെ പോലെ ധാരാളം 10 മക്കളുള്ളവരുണ്ട് ഈ കാലഘട്ടത്തിൽ. എന്നാലോചിച്ച് നോക്കിയേ, ഈ കാലഘട്ടത്തിലും 10 മക്കളുള്ള ആളുകൾ. പഴയ തലമുറയുടെ കാര്യമല്ല. എത്ര സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം. ആ മക്കളെ കാണുമ്പോൾ എത്ര സന്തോഷം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന് കുഴപ്പമുണ്ടോ? ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയാണോ? ഇത് ഞങ്ങൾക്കുണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സോക്കേട് എന്താണ്? വൈകുന്നേരം ഞാൻ ചില മറുപടികൾ പറയുമ്പോൾ അത് ഓവറായി പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ വാപ്പാക്ക് ദേഷ്യം വരും. അപ്പോൾ പറയും അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയും. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഷയുണ്ട്. എന്താ ഭാഷ? കഴിവുള്ളവൻ അവനിക്ക് കുട്ടികളുണ്ടാവും, ധാരാളം മക്കൾ വേണമെന്നുള്ളത് ഓരോ ആളുകളുടെയും അവൻ്റെ ആവശ്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മക്കൾ സമൃദ്ധി, കുടുംബജീവിതത്തിൻ്റെ വലിയ സന്തോഷവും സമ്പന്നതയാണ്. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് എനിക്കിപ്പം നിലവിൽ 3 മക്കളുണ്ട്. ഇൻഷാ അള്ളാഹ് ഒരു 10 വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അള്ളാഹ് ഹയാത്തുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവും. അതിനിപ്പോൾ എന്താ സാറേ, ഞങ്ങൾക്ക് രാജ്യവും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കൽബിലുള്ള ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ മരണപ്പെടുമ്പം ഈ 10 വന്ന് ഞങ്ങളുടെ കബറിൻ്റെ ചോട്ടി നിൽക്കാൻ കൊണ്ട് പ്രാർത്ഥിക്കാൻ അപ്പുറത്തേക്ക്. ഇവിടെ ഒരു നിങ്ങൾ എടുത്തോന്നേ, ഇതൊക്കെ നിങ്ങൾ എടുത്ത് കശത്ത് വെച്ചോണ്ട് നടന്നോ? ആർക്ക് വേണം? പിന്നെ നിങ്ങളുടെ കഴിവില്ല. ഇവനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിവുള്ളവർക്ക് പിള്ളേരുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇതേ ഈ സഹോദരനെ പോലെ അദ്ദേഹത്തിന് നോക്കാൻ പ്രാപ്തിയുള്ളതുകൊണ്ടാണ് പിള്ളേരുണ്ടാക്കുന്നത്. അല്ലാതെ 1, 2 ഒക്കെ വെച്ച് ഇങ്ങനെ ഒപ്പിച്ചൊക്കെ എങ്ങനെയൊക്കെ രാജ്യം ഒരെണ്ണത്തിനെ തന്നെ നോക്കാൻ പറ്റാത്തവന്മാരുടെ ആ ഒരു നിസ്സഹായത, പിന്നെ 10 നോക്കുന്നവർ ആശങ്ക വേണ്ടതേ. ഞങ്ങളല്ലേ പിള്ളേരുണ്ടാക്കുന്നത്, ഞങ്ങൾക്കറിയാം ചിലവന് കൊടുക്കാൻ. നിന്റെ ആരെങ്കിലും സമ്പത്ത് നോക്കി വരുന്നുണ്ടാ? പിന്നെ ഇതിന് ഈ ആശങ്ക. കഴിവുള്ളോരെല്ലാം പിള്ളാരെ ഉണ്ടാക്കും, ഇല്ലാത്തോരെല്ലാം ഗതികെട്ട് കരഞ്ഞിടും, ഉള്ളോരെ കണ്ട് ആശങ്ക പറഞ്ഞിടും, എന്ത് ചെയ്യാനാ ആമിന സേവർ വാങ്ങൂ. അതേ പറയാനുള്ളൂ. കഴിവുള്ളവനും മക്കൾ ധാരാളം ഉണ്ടാകുന്ന കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കാതെ ഇനി രാജ്യം പിടിക്കുന്ന മുസ്ലിങ്ങൾ രാജ്യം പിടിക്കുന്നു തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ അതിജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും നിങ്ങളുടെ ചില പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ശാഖകളിലും ഒരേ ആമിന സേവർ വാങ്ങിയിട്ട് പല നേതാക്കന്മാരും പറഞ്ഞല്ലോ, സംഘപരിവാറിൻ്റെ പല നേതാക്കന്മാരും പറഞ്ഞല്ലോ, പ്രത്യുൽപാദനം അത് കൂട്ടണം, നമ്മൾ കുടുംബാസൂത്രണം വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, പിള്ളേർ ധാരാളം. അതൊക്കെ കഴിവ് വേണോടോ, പ്രാപ്തി വേണോടോ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർ ഇവരെയൊക്കെ മുൻ തലമുറയുണ്ടല്ലോ, ഒരു 10, 40, 50 വർഷത്തിന് മുമ്പേ മതത്തിന് അതീതമായി തന്നെ എല്ലാ കുടുംബങ്ങളിലും 10, 12 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരന്ന് ജീവിച്ചില്ലേ? അവരെ ജീവിക്കാൻ കാരണം എന്താണ്? ജീവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാലേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നടക്കുമെന്ന ദൃഢതയാണ്, മനസ്സിൻ്റെ ദൃഢതയാണ് മുസ്ലിമീങ്ങൾക്ക് അന്നുണ്ട് ഇന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മുസ്ലിമുകളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഫലസ്തീനിലേക്ക് നോക്കിയേ, വേറെ ഏതെങ്കിലും സമൂഹമാണെങ്കിൽ ഈ ഭൂമി ഉണ്ടാവുമായിരുന്നു, അതിജീവിക്കും. മരുഭൂമിയിൽ കൊണ്ടിട്ട ഉർവരതയില്ലാത്ത ഊഷര ഭൂമിയിൽ കൊണ്ടിട്ടാലും അവരതിജീവിക്കും. മനസ്സിലായ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇങ്ങനെ കുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങളും പ്രത്യുൽപാദനം കൂട്ടിയാൽ മതി. അത് ഈ പറയപ്പെട്ടതെല്ലാം സുറുക്കയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇതിന് വലിയ ഉപയോഗമില്ലാതെ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യം ഉണ്ടാകും? നമ്മളുണ്ടാക്കും, ഇനിയും ഉണ്ടാക്കും, ചറവറ ഉണ്ടാക്കും, പോസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നോ? ഇത് നിർത്തത്തൊന്നുമില്ല. നടക്കട്ടെ പണി.